ശിവാനി, ആ മഞ്ഞളും കുങ്കുമം ഒന്ന് ഇടോ പ്ലീസ്. എന്റെ അവസാനത്തെ ആഗ്രഹ, ഒന്ന് ഇട് പ്ലീസ്. താങ്ക്സ്. അത് നീ ഇട്ടു എന്ന് കരുതുന്നു. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനൊരു ഗിഫ്റ്റ് നിനക്ക് തന്നേന്നായിരിക്കും ആലോചിക്കുന്നത്. ശരിയല്ലേ? ഞാൻ മരിച്ചെന്ന് നമ്മുടെ വീട്ടുകാരറിഞ്ഞ് അവരെല്ലാം നിന്റെ അടുത്തേക്ക് ആചാരപ്രകാരം വന്ന് നിന്റെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വളയൂരാൻ പറഞ്ഞേക്കാം. നിന്റെ നെറ്റിയിൽ ചാർത്തിയിരിക്കുന്ന കുങ്കുമം തുടയ്ക്കാനും പറയും. പക്ഷെ നീ അതൊരിക്കലും ചെയ്യരുത്. നിന്റെ നെറ്റിയിലെ കുങ്കുമം ശാശ്വതമായിട്ട് തന്നെ ഉണ്ടാവണം. കയ്യിലുള്ള വളയാണെങ്കിൽ എപ്പോഴും കിളിഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ മുകളിൽ നക്ഷത്രമായി വന്ന് എന്നും നിന്നെ നോക്കും. അയ്യോ, ചത്താലും സമാധാനം തരില്ല എന്ന് വിചാരിക്കേണ്ട ശിവാനി. നക്ഷത്രമല്ലേ, സംസാരിക്കില്ല, കണ്ട് സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. ശിവാനി, ഒരു കാര്യം സത്യമാ, എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. സന്തോഷമായിട്ടിരിക്കെ. കൂടെയില്ലെങ്കിലും എന്റെ മനസ്സെപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. എന്നാ പോട്ടെ മാഡം. ശിവാനി, ഞാൻ എഴുതി വെച്ച ആ ലെറ്റർ നീ വായിച്ചിരുന്നെങ്കിൽ എന്റെ പ്രണയം നീ ഉറപ്പായിട്ട് മനസ്സിലാക്കിയേനെ. അതിന്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കിയേനെ. പക്ഷെ നീ അത് വായിച്ചതേ ഇല്ലെന്ന് തോന്നുന്നു. നിനക്ക് ഇന്നെന്റെ പ്രണയം മനസ്സിലായില്ലെങ്കിലും പിന്നീട് എന്തെങ്കിലും ഒരിക്കൽ നിനക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്റെയും ശിവാനിയുടെയും ജന്മജന്മാന്തര ബന്ധമാണെന്നുള്ള കാര്യം അന്ന് അമൃത എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ ആരെങ്കിലും നിന്നോടും പറയുമായിരിക്കും. അത് കേട്ടിട്ടെങ്കിലും നീ എന്നെ പ്രണയിക്കോ? ശിവാനി, നീ എങ്ങാനും എന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതേ മലയുടെ മേൽ വന്ന് ഈ പാറയുടെ മേൽ നമ്മുടെ പേരെഴുതി ഉറക്കെ ഐ ലവ് യു ശിവാനി എന്ന് പറഞ്ഞ് നിന്നെ ഹഗ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു. പ്രണയം എന്റെ മനസ്സിൽ തന്നെയുണ്ട്. നീ എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാലെങ്കിലും നീ ഇവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. പ്ലീസ് ഒന്ന് വാ ശിവാനി. ശിവാനി, ഒരേ ഒരു തവണ ഉറക്കെ ഐ ലവ് യു ശിവാനി എന്ന് ഞാൻ പറയാൻ പോവാ. എന്റെ ആ ശബ്ദം അവിടെ ഇരുന്ന് നീ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കാം. ഐ ലവ് യു ശിവാനി. ശിവാനി, ഞാൻ പോകേണ്ട സമയം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ കത്തിലെഴുതി വെച്ചതുപോലെ നിന്റെ നെറ്റിയിലുള്ള കുങ്കുമം ഒരിക്കലും തുടയ്ക്കാൻ പാടില്ല. പ്ലീസ് ശിവാനി, പ്ലീസ്. ഓക്കെ, ബൈ ബൈ. ബൈ ശിവാനി, ബൈ. ഇതാരിപ്പോ ഇവിടേക്ക് വരുന്നേ? വേറെ ആരാ? ത്രിവിക്രം ആയിരിക്കും. ഞാൻ തോറ്റുപോയ കാര്യം അറിഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. സമാധാനമായിട്ട് മരിക്കാനും സമ്മതിക്കില്ല. ശിവാനി,
ശിവാനി, ഇത് സത്യമായിട്ട് നീ തന്നെയാണോ? എനിക്കറിയായിരുന്നു നീ ഉറപ്പായിട്ട് ഇവിടേക്ക് വരുമെന്ന്. ഞാൻ പറഞ്ഞിരുന്നില്ലേ നിനക്ക് എന്റെ മേൽ പ്രണയമുണ്ടെന്ന്. ഇപ്പോഴെങ്കിലും നിനക്കത് ബോധ്യമായോ? ആദ്യം തൊട്ട് തന്നെ നിനക്ക് എന്നോട് പ്രണയം കാണുമായിരിക്കും. വേണമെന്ന് കരുതി പറയാത്തതായിരിക്കുമല്ലേ? ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ തോറ്റു പോകുന്നുള്ള ഭയമായിരുന്നല്ലേ? അത് സാരമില്ല, ഞാൻ തോറ്റുപോയാലും സാരമില്ല. നമ്മുടെ പ്രണയം എന്തായാലും ജയിച്ചല്ലോ, എനിക്ക് അത് മതി. ഐ ലവ് യു ശിവാനി. ശിവാനി, ഐ ലവ് യു. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും പറയുന്നേ? ഓ, ഞാൻ എഴുതി വെച്ച ലെറ്റർ വായിച്ചിട്ട് എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? ഞാൻ എന്തിനങ്ങനൊക്കെ എഴുതിയെന്നാണോ? ശിവാനി, ഞാൻ എഴുതി വെച്ച ഓരോ അക്ഷരവും എന്റെ മനസ്സ് തൊട്ട് എഴുതിയതാ. നിന്നെ വിട്ട് ജീവിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല ശിവാനി. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ശിവാനി. ഞാൻ നിനക്കൊരു ശല്യപ്പെടുത്തുന്ന ആളൊക്കെ ആയിരിക്കാം, പക്ഷെ എന്നെ പോലെ ഈ ലോകത്തിൽ നിന്നെ സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ടാവില്ല ശിവാനി. നീ എന്റെ പ്രണയം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതേ സ്ഥലത്ത് വന്നു നിന്ന് അകലേക്ക് നോക്കി നിന്ന് ഉറക്കെ ഉറക്കെ ഐ ലവ് യു ശിവാനി എന്ന് വിളിച്ചു പറയണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ ഞാൻ. വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ശിവാനി. ഐ ലവ് യു ശിവാനി. നീ എന്നെ പ്രണയിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ എത്രയൊക്കെ ആയാലും നീ എന്റെ ശത്രു മാത്രമാ. എനിക്ക് നിന്നെ ഒരു കാരണവശാലും സ്നേഹിക്കാൻ സാധിക്കില്ല. നീ നീ എന്റെ പ്രണയം നശിപ്പിച്ചവനാണ്. നിനക്ക് എന്റെ പ്രണയം കിട്ടില്ല. ശിവാന, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നിനക്കിത് എന്താ പറ്റിയേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്റെ പിറകെ നടന്ന് ശിവാനി ശിവാനി എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കായിരുന്നില്ലേ? അതൊക്കെ കണ്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതെങ്ങനെ ശല്യാവുന്നേ? അത് പ്രണയമല്ലേ? എന്താണ് ആ പ്രണയം? എന്റെയും ത്രിവിക്രമന്റെയാണ് യഥാർത്ഥ പ്രണയം. ചതിയിലൂടെ താലി കെട്ടുന്നതല്ല പ്രണയം. നിന്റെ ശല്യം എനിക്ക് മടുത്തു കഴിഞ്ഞു. ഇല്ല, ഇനി നീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എന്റെ ജീവിതത്തിലെ കരടാണ് നീ. അത് ഞാൻ തന്നെ എടുത്തു കളഞ്ഞേക്കാം. ശിവാനി, പ്ലീസ് പ്ലീസ് ശിവാനി, ഒന്നും ചെയ്യരുത്. ഞാൻ നിന്നെ താലി കെട്ടി നിന്റെ ഭർത്താവാ ശിവാനി. എനിക്ക് താലിയും വേണ്ട, നിന്നെയും വേണ്ട. നീ മരിച്ചേ പറ്റൂ. പോയി ചാവടാ. വേണ്ട ശിവാനി, നീ ഇത് എന്തൊക്കെയാ ചെയ്യുന്നത്? ശിവാനി, എന്നൊന്നും ചെയ്യരുത് ശിവാനി. ശിവാനി, പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല് ശിവാനി. ഒന്ന് ചെയ്യല് ശിവാനി, പ്ലീസ് എന്നെ വിട്ടേക്ക്. ശിവാനി, ശിവാനി, വേണ്ട ശിവാനി, ഞാൻ നിന്റെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കാം ശിവാനി. പ്ലീസ് ശിവാനി, ഒന്ന് ചെയ്യരുത് ശിവാനി.
ആദിശേഷ, നീ എന്നോട് ക്ഷമിച്ചേക്ക്. ഞാൻ നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചിട്ടും എന്തിനാ ഇങ്ങനെ ചെയ്തേന്നറിയോ? നിന്നെ ശിവാനിയെ തമ്മിൽ അകറ്റാൻ വേണ്ടി എന്റെ മുൻപിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. ഞാൻ എത്ര തന്നെ പ്രയത്നിച്ചിട്ടും നീ എന്റെ അടുത്തേക്ക് വന്നതേയില്ല. നീ എന്നെ സ്നേഹിച്ചതുമില്ല. ശിവാനി ശിവാനി എന്ന് പറഞ്ഞ് നീ അവളുടെ പുറകെ പോയിക്കൊണ്ടേയിരുന്നു. ഇനിയിപ്പോ ആദിശേഷനും ശിവാനിയും തമ്മിൽ ഒന്നാകാൻ പോകുന്നതേയില്ല. ഒരിക്കലും പോകുന്നില്ല. എന്താ മോളെ, നീ എത്ര തിരക്ക് പിടിച്ചെങ്ങോട്ടാ പോന്നെ? എന്തു പറ്റി? അത് തൃശൂലിനെ കണ്ടായിരുന്നോ? പുറത്തേക്ക് പോയതാണല്ലോ. എന്താ ഇതുവരെ വന്നില്ലേ? ഇതുവരെ വന്നിട്ടില്ല മുത്തശ്ശി. ഗോവിന്ദ, നീ തൃശൂലിനെ കണ്ടായിരുന്നു? എന്തുപറ്റി? എനിക്കെന്താ അതാണ് പണി? എവിടെയെങ്കിലും വായ നോക്കാൻ പോയതായിരിക്കും. എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കൂടാ. ശിവാനിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. ശിവാനി, 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 തൃശൂൽ എവിടെ മോളെ? ശിവാനി, നിന്നോടാ ഞാൻ ചോദിച്ചത്, തൃശൂൽ എവിടെയെന്ന്. തൃശൂൽ എവിടെ മോളെ? അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. അവൻ എവിടേക്ക് പോയതാ? എനിക്കിതിൽ നിന്നൊരു മോചനം തരുമോ? സ്നേഹം എന്തായാലും ഇല്ല, അത് മനസ്സിലാക്കിക്കോ. നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിനക്കൊരു കത്ത് തന്നിരുന്നു. ഞാൻ തന്ന കത്ത് വായിക്കാനുള്ള സമയം വന്നിരിക്കുക. ഞാൻ ജയിച്ചിരുന്നെങ്കിൽ അത് ഒരുമിച്ചിരുന്ന് തന്നെ വായിക്കായിരുന്നു. ഇനിയിപ്പോ അതിന് പറ്റില്ലല്ലോ. ഞാനും അവനെ കുറെ നേരമായിട്ട് ഫോണിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ശിവാനി, എന്താ മോളെ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. ശിവാനി, ശിവാനി, എന്താ മോളെ ഇത്? നീ എന്തെങ്കിലും പ്രതിമ പോലെ നിൽക്കുന്നത്? എല്ലാരും നിന്നോടല്ലേ ചോദിക്കുന്നത്? മുത്തശ്ശി, അത് ഇവിടെങ്ങനെ മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും വായ നോക്കാൻ തന്നെ പോയതായിരിക്കും. കല്യാണം കഴിഞ്ഞാലെങ്കിലും നേരെയാവെന്ന് വിചാരിച്ചതാ. അവൻ മാറാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഗോവിന്ദ, നീ ഒന്നും മിണ്ടാതിരുന്നേ. അവൻ നിന്നെ പോലെ വേലയും കൂലി ഇല്ലാത്തവനൊന്നും അല്ല. അവന് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശിവാനി, അവൻ എവിടെ പോയതാന്ന് പറ മോളെ. എല്ലാവരും കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കട്ടെ. പറ മോളെ. എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ മോളെ? അവൻ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ മോളോട് പറയാതെ പോവാൻ ഒരു സാധ്യതയില്ല. 100% ഷുവറാണ്. ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എപ്പോ നോക്കിയാലും ശിവാനി ശിവാനി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ തന്നെ നടക്കുമായിരുന്നു. അതങ്ങനെയാണ് വീണേ. പുതിയൊരു ജീവിതം തുടങ്ങിയതല്ലേ. എപ്പം നോക്കിയാലും ചക്കരയും ബീരയും പോലെ ഇരിക്കും. മനസ്സുകൾ തമ്മിലുള്ള ഈ ഐക്യതയാ ജീവിതകാലം മുഴുവൻ അവരെ മുൻപോട്ട് നയിക്കുന്നത്. ഞാൻ എന്ത് വിശ്വസിച്ചാണോ കല്യാണം കഴിച്ചത്, അതെല്ലാം ഇപ്പൊ വെറുതെ ആയി പോയില്ലേ? നിന്റെ മനസ്സിന് ഒരു മാറ്റം വന്നിട്ടില്ല. അമ്മായി, നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം തലതിരിഞ്ഞാ നടക്കുന്നത്. ശിവാനിക്ക് അവൻ പോയ കാര്യമേ അറിയില്ലെന്ന് തോന്നുന്നു. ശിവാനിക്ക് മിക്കവാറും അവന്റെ സ്വഭാവം ഇപ്പോഴായിരിക്കും പിടികിട്ടിയിരിക്കുന്നത്. അവൻ ഈ വീട്ടിലെ ജോലിക്കാരനായിരുന്ന കാലം തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായതേയില്ല. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇപ്പോ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗോവിന്ദ, ശിവാനി, നിനക്ക് സത്യമായിട്ടും അറിയില്ലേ? ആരോടും പറയാതെ എന്തിനാവാൻ പോയത്? അവൻ അത്രയ്ക്ക് രഹസ്യമായ കാര്യം എന്താ? ശിവാനി, അവൻ വന്നാൽ ഉടനെ പറയണേ മോളെ. അവന് നല്ല 2 എണ്ണം കൊടുക്കാനുണ്ട്. എനിക്കും ചോദിക്കണം. അവൻ കാരണം എന്റെ ഓൺലൈൻ ക്ലാസ് മിസ്സായി പോയത്. ശരി, ഞാൻ പറയാം. അല്ല, ഈ തൃശ്ശൂൽ ഇത് എവിടെ പോയതായിരിക്കും? മരുമകനാണെങ്കിൽ തൃശ്ശൂല് വീട്ടിലല്ലെന്ന് ചോദിച്ചിട്ട് പോയി.
ഇപ്പോ അവനെയും കാണുന്നില്ല. മരുമകൻ തന്നെ അവൻ എന്തെങ്കിലും ചേച്ചേ, മരുമകൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ അതെന്നോട് പറഞ്ഞേനെ. മഹാദേവ, ഞാനിനി എന്താ ചെയ്യാ? വീട്ടിലെല്ലാരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനും തൃശ്ശൂലും ദാമ്പത്യം ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അവനോട് ഇഷ്ടമല്ലെന്ന് പറയാൻ പറ്റുമോ? അവനെ ഭർത്താവായിട്ട് അംഗീകരിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, നിങ്ങൾ ആരും അറിയാതെ ഞങ്ങൾക്കിടയിൽ ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്നും അതനുസരിച്ച് എനിക്ക് അവനോട് സ്നേഹം തോന്നിയില്ലെന്നും അതിലവൻ തോറ്റുപോയെന്നും, തോറ്റാൽ എനിക്ക് താലിയിൽ നിന്ന് മുക്തി തരുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയതെന്നും അവരോടൊക്കെ പറഞ്ഞാലോ? തൃശ്ശൂലാണെങ്കിൽ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് കത്ത് വരെ എഴുതി വെച്ചിരിക്കുക. ഇതൊക്കെ ഞാൻ അവരോട് എങ്ങനെയാ പറയാ? എനിക്കതിന് പറ്റില്ല. എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എല്ലാ സങ്കടങ്ങളും എന്റെ ജീവിതത്തിൽ മാത്രമാണല്ലോ ഉണ്ടാവുന്നത്. എന്റെ ആദിശേഷനോടുള്ള പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടു. ഇഷ്ടമില്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. നിർബന്ധപൂർവം ജീവിതം തുടങ്ങേണ്ട ഒരു ഗതികേടാണല്ലോ എനിക്ക് വന്നത്. അതിൽ നിന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ അവസാനം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.